ഹായ്, എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. ഞങ്ങളുടെ ഈ പുതുവർഷത്തിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുതായാലും വലുതായാലും യാത്രകൾ എന്നും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ ഈ അവധിക്കാലത്ത് ഞങ്ങൾ പോയ ഒരു കുഞ്ഞു യാത്രയും അതിലെ സന്തോഷ നിമിഷങ്ങളും പിന്നെ ഒരു കുഞ്ഞു റെസിപ്പിയുടെ വിശേഷങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വെക്കേഷൻ ആയതുകൊണ്ട് എന്നത്തെയും പോലെ വൈകി തന്നെ എണീറ്റ് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ചപ്പാത്തിയും കിഴങ്ങറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അനുവേട്ടൻ പറഞ്ഞത് നമുക്കിന്നൊന്ന് ഔട്ടിങ്ങിന് പോയാലോ എന്ന്. ഔട്ടിങ്ങിന്ന് കേട്ടപ്പോഴേ ഞാൻ ഡബിൾ ഓക്കെ അടിച്ചു. അപ്പോഴാണ് ഓർത്ത ഈ ചപ്പാത്തിയും കിഴങ്ങറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ ടൈം ആവൂലേന്ന്. പിന്നെ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഫ്രിഡ്ജിൽ ഉച്ചത്തേക്ക് തോരന് വേണ്ടി അരിഞ്ഞു വെച്ച ബീൻസും ക്യാരറ്റും ഇരിക്കണ കണ്ടത്. ഇത് വെച്ച് എന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു സൂത്രപ്പണി ചെയ്താലോ എന്ന് ആലോചിച്ചത്. എന്താണെന്നല്ലേ, ഒരു കുഞ്ഞ് ബർഗർ ഉണ്ടാക്കാമെന്ന്. ബർഗറോ സാൻഡ്വിച്ചോ എന്ത് വേണമെന്ന് ആക്കാം, ചെയ്ത് നോക്കുമ്പോൾ അറിയാം എന്താവുമെന്ന്. ഞാൻ നേരെ ക്യാരറ്റും ബീൻസും ഒരു പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴറ്റി. പിന്നെ വീട്ടിൽ ബണ്ണിരിക്കണ്ടായിരുന്നു, അപ്പം ഞാൻ അതെടുത്ത് ഒന്ന് രണ്ടായിട്ട് കീറി വെച്ചു. പിന്നെ ഓൾറെഡി ഫ്രിഡ്ജിൽ മയണൈസും സോസും ഉണ്ടാകും. അപ്പം ഞാൻ ആ വഴറ്റിയ ബീൻസിലും ക്യാരറ്റിലും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തു. എന്നിട്ടൊന്ന് വഴറ്റി, അധികം ഒന്നും വേവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തോളൂ. എന്നിട്ട് ഞാനത് ഓഫാക്കി വെച്ചു. പിന്നെ ഞാൻ ആ ബണ്ണിൽ മയണൈസ് തേച്ച് കൊടുത്തു. നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തു എല്ലാത്തിലും. അത് കഴിഞ്ഞ് നമ്മൾ തയ്യാറാക്കി വെച്ച ആ വെജിറ്റബിൾസ് ബണ്ണിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ വെജിറ്റബിൾസൊക്കെ മൊത്തം ഫില്ല് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് സോസ് ഒഴിച്ചു. കാരണം സോസൊക്കെ ഒഴിച്ചാലേ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാവുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോസായിട്ട് ഒഴിച്ചു വെച്ചു. അങ്ങനെ ബർഗർ റെഡിയായി. കാണുമ്പോൾ ബർഗറാണെന്ന് തോന്നണ്ടേ, അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിലൊരു ഡെക്കറേഷനൊക്കെ ചെയ്തിരുന്നു. ടൂത്ത് പിക്കിൽ ചെറിയൊക്കെ കുത്തി വെച്ചിട്ടാണ് ബർഗർ സെറ്റ് ചെയ്തത്. ഇനി അവർ തിന്നു നോക്കുമ്പോൾ അറിയാം എങ്ങനെ ഇരിക്കുമെന്ന്. അങ്ങനെ ബർഗർ റെഡിയായി. ദേ കുഞ്ഞിനും കിച്ചുമൊക്കെ ദേ കൈ കഴുകിയിരിക്കുക കേട്ടോ. അപ്പം ഞാൻ അവർക്ക് ബർഗർ കൊണ്ട് കൊടുക്കുകയാണ്. ബർഗർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ട് എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുന്നുണ്ട്. എന്താവുമെന്ന് അറിയില്ല. ആദ്യം തന്നെ ചെറിയൊക്കെ എടുത്ത് തിന്നുന്നുണ്ട്. സൂപ്പറാണെന്ന് കേട്ടോ പറയണത്. ഇഷ്ടമായെന്ന് തോന്നണു രണ്ടുപേരും കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകിച്ച് ഞങ്ങൾ റെഡി ആവായിരുന്നു. റെഡിയായി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ കുഞ്ഞു യാത്രയ്ക്ക്. അങ്ങനെ ആദ്യം ഞങ്ങൾ എത്തിച്ചേർന്നത് എറണാകുളം ജില്ലയിലെ പാണിയേലിപ്പോരിലാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു കസിനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കാടും പുഴയും മലകളും ഒക്കെ നിറഞ്ഞൊരു ഇക്കോ ടൂറിസം കേന്ദ്രമാണ് ഈ പാണിയേലിപ്പോർ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ അതിൽ കൂടെയാണ് നടന്നു പോണേ. അപ്പം ആദ്യം തന്നെ ടൈലിട്ട വഴി കൂടെയാണ് കേട്ടോ പോണത്. കാടിൻ്റെ നടുവിൽ കൂടെയാണ് ഈ പോണത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ടൈലിട്ട വഴിയൊക്കെ മാറി ശരിക്കും ഒരു മൺവഴി, അതായത് നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണ തൊട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞനും കിച്ചനൊക്കെ ഓടിയാണ് പോയിക്കൊണ്ടിരുന്നത്. പതേ മുൻപോട്ട് പോകുന്തോറും പുഴ കണ്ടു തുടങ്ങി. പെരിയാറായിരുന്നു അത്. ഒരു സൈഡിൽ കാടും ഇപ്പുറ സൈഡിൽ പുഴയും കൂടി ചേർന്നുള്ളൊരു മൺവഴി കൂടെയാണ് നടക്കണേ. അപ്പം നല്ല രസമുണ്ടായിരുന്നു അതിൽ കൂടെ പോകാൻ. നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും നമുക്ക് ആ വെയിലൊന്നും ഫീൽ ചെയ്യില്ല. കാരണം ഈ ഫോറസ്റ്റിൻ്റെ നടുവിൽ കൂടെ നടക്കണ കാരണം നല്ല ഒരു കൂൾ ആംബിയൻസ് ആയിരുന്നു നമുക്ക് ഫീൽ ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ ചെറിയ തുരുത്തുകളാണ്. കാരണം പാറക്കെട്ടുകളും തുരുത്തുകളാണ് ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ മഴക്കാലം ആണെങ്കിൽ ഈ വഴിയൊക്കെ നിറച്ച് വെള്ളം എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് അധികം വെള്ളമൊന്നുമില്ല.
ദേ ഈ കാണുന്ന ചെറിയൊരു തുരുത്താണ് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു ഐലൻഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ കുഞ്ഞനും കിച്ചനൊക്കെ നടന്നിട്ടാണെങ്കിൽ അവർക്ക് നല്ല ആസ്വദിച്ചാൽ നടക്കണേ, അതായത് അവർക്ക് ഒട്ടും ക്ഷീണവും തോന്നണില്ല. അല്ലെങ്കിൽ കുറച്ച് നടക്കുമ്പോഴേക്കും കിച്ചു എടുക്കാൻ പറയുന്ന ആളാണ്. പക്ഷേ ഇതേ നോക്കി ഒരു കുഴപ്പമില്ലാണ്ട് അവരിങ്ങനെ നടന്നു പോവാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നടക്കുമ്പോൾ നമുക്ക് വിശ്രമിക്കാനാണെങ്കിൽ അവിടെ ചെറിയ ബെഞ്ചും അതുപോലെ വിശ്രമിക്കാനുള്ള പ്ലേസും ഒക്കെ ഉണ്ട്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി ഏരിയ കേട്ടോ. നന്നായിട്ട് എന്താ പറയണേ, പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു പ്ലേസാന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഏരിയയിൽ കുറച്ച് ഊഞ്ഞാലും അതിലിരിക്കാനുള്ള ബെഞ്ചും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇവിടെയൊക്കെ ഒന്ന് ഇരുന്നിട്ടൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക ഫീലായിരിക്കും. ഒരു ഇല്ലിക്കൂട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ ഇടുന്നത് നല്ല രസമായിരിക്കും. പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളായിട്ടാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ വെള്ളം കണ്ടപ്പോഴേക്കും കുഞ്ഞിനും കിച്ചനും വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു സേഫായിട്ടുള്ള ഒരു പ്ലേസൊക്കെ നോക്കി ഇറങ്ങാമെന്നും പറഞ്ഞുകൊണ്ടേ ഇരിക്കണേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാമെന്നും പറഞ്ഞ് ഇറങ്ങാണ്ട് ചെറുതായിട്ടൊന്ന് വഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയ കുഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈഡ് ഉണ്ട്, നമുക്ക് ഗൈഡിങ് തരാൻ വേണ്ടിയിട്ട് അവരുണ്ട്. അപ്പോൾ ഇന്ന ഭാഗത്ത് ഇറങ്ങരുത്, ഈ ഭാഗത്ത് ഇറങ്ങരുത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ചെറിയൊരു തണലൊക്കെ നോക്കി ഒരു സ്ഥലത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ ഒഴുക്കുള്ള ഏരിയയിൽ നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ മരപ്പാലങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ നടക്കാമെന്ന് വെച്ചാൽ ഒരു പ്രത്യേക രസമായിരുന്നു. കുഞ്ഞിനും കിച്ചനൊക്കെ ഓടിയാണ് അപ്പുറത്തേക്ക് കിടന്നത്. പക്ഷേ എനിക്ക് ഇത്തിരി പേടിയിട്ടുണ്ടായിരുന്നു ഇതിൽ കൂടെ നടക്കാൻ. പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരു പ്രത്യേക വൈബായിരുന്നു. കാരണം നമ്മുടെ പുറകയിൽ വെള്ളച്ചാട്ടവും ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവർക്ക് കുളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി വെയിലൊക്കെ ആയി തുടങ്ങിയായിരുന്നു. അപ്പോൾ തണലുള്ള ഏരിയ നോക്കി ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന് അവസാനം ഒരു ഏരിയ കിട്ടി. അപ്പോൾ അവിടെ അവരെ കുളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് വെള്ളത്തിലിറങ്ങിയിട്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ഒഴുക്കുള്ളൊരു സ്ഥലമാണ് തിരഞ്ഞെടുത്തത്. കാരണം ഇവർ ഇറങ്ങുമ്പോൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞങ്ങൾ നോക്കിയത്. പേടിക്കേണ്ട ഏരിയ ഒന്നല്ല ഇത്. അപ്പം അതുകൊണ്ട് നമുക്ക് പിള്ളേർ ഇറങ്ങണോണ്ടും ഒന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു 1:30 ആയപ്പോഴേക്കും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങുകയാണ്. ഇത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമുക്ക് ഓർക്കാം, ഇത്ര സമയമായെന്ന് തന്നെ നമുക്ക് മനസ്സിലായില്ല. കാരണം അത്രയും നല്ല രസമായിരുന്നു. അപ്പം പതുക്കെ വിശപ്പിൻ്റെ വിളി വന്നപ്പോഴാണ് സമയം നോക്കിയപ്പോഴാണ് 1:30 എന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങളിത് അങ്ങനെ പാണിയേലിപ്പൂരിനോട് വിട പറയാണ്. അങ്ങനെ ഓൺ ദ വേ ലഞ്ചും കഴിച്ച് ഞങ്ങൾ എത്തിയത് മഹാഗണിത്തോട്ടത്തിലാണ്. മലയാറ്റൂർ തന്നെയാണ് ഈ മഹാഗണിത്തോട്ടം. ഇപ്പം നമ്മൾ പോയ പാണിയേലി പോരുന്ന ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ഉള്ളൂ. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഏകദേശം ഒരു 300-400 മീറ്ററോളം നടക്കാനുണ്ട്. നമ്മൾ നടക്കുന്നത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ആണെങ്കിലും ചുറ്റും മഹാഗണിയാണ് നിറഞ്ഞിരിക്കുന്നത്. അതായത് അതുകൊണ്ടാണ് അതിന് മഹാഗണിത്തോട്ടം എന്ന് പറയുന്നത്. പിന്നെ ഈ ഏരിയ എന്ന് പറയുന്നത് കൂടുതൽ സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഏരിയയാണ്. ഏറ്റവും പ്രധാനമായിട്ട് പുലിമുരുകൻ്റെ ലൊക്കേഷനാണെന്നാണ് പറയുന്നത് ഈ ഏരിയയൊക്കെ. നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല, എന്നാലും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് ആ സീനിലും ഉണ്ടായല്ലേ എന്നൊക്കെ നമുക്ക് ഓർക്കും. പിന്നെ അപരിചിതൻ, പിന്നെ ഏറ്റവും പുതിയ സിനിമയിലെ കണ്ണൂർ സ്ക്വാഡിലൊക്കെ ഒരു സീനൊക്കെ ഇവിടെ എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങളങ്ങനെ നടന്ന് നോക്കുമ്പോഴേക്കും ഇതേ ഒരു വേരൊക്കെ നിറഞ്ഞ വഴികൾ, ഇങ്ങനത്തെ ചെറിയ ചെറിയ മൺവഴികളാണ് കേട്ടോ. ഈ മൺവഴി കടന്നു വരുന്നത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയാണ്. അവിടെ നമുക്ക് വിശ്രമിക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങുന്നത് പുഴയിലോട്ടാണ്. ഈ പുഴയുടെ അക്കരെയാണ് നമ്മൾ നേരത്തെ പോയ പാണിയേലി പോരുള്ളത്. അപ്പോൾ നേരത്തെ പുഴയിലൊക്കെ ഇറങ്ങിയായിരുന്നു, ഇപ്രാവശ്യം ഒന്നും ഇറങ്ങിയില്ല. അപ്പോഴേക്കും സന്ധ്യ ആവാറായി. അങ്ങനെ ഞങ്ങളുടെ ഈ കുഞ്ഞു യാത്ര ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ഈ കുഞ്ഞു യാത്രയുടെ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സരം നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.